ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോഡ് ക്ലാസ് ആണ്, വാദ് ഓർ പ്രവർത്തക. ഒരുപാട് ടീച്ചേഴ്സ് ചോദിച്ച ഒരു കോഡ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം അദ്വൈതവാദാണ്. അതിൻ്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യാണ്. അപ്പോൾ നമുക്കറിയാം അദ്വൈതവാദ് ശങ്കരാചാര്യ. അപ്പോൾ അതിന് പ്രത്യേകം കോഡ് ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടാമത് വരുന്നത് ദ്വൈതവാദാണ്. ദ്വൈതവാദ് മാധ്വാചാര്യാണ്. അപ്പം ദ്വൈത് മാധ്വ ഒരു ഇതുണ്ട് അല്ലേ, പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. അപ്പം അതങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ദ്വൈതവാദാണ് നിംബാർക്കാചാര്യ. അപ്പം നിംബാർക്ക് ദ്വൈതവാദം. അപ്പം രണ്ട് ദ്വൈത് വരുന്നത് നിംബാർക്കിനാണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ദ്വൈതം എന്നുള്ളത് കുറച്ച് നമ്പേഴ്സ് ആണല്ലോ, അപ്പം നിംബാർക്ക് നമ്പർ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്യുക. അടുത്തത് ശുദ്ധാദ്വൈതവാദ് വല്ലഭാചാര്യാണ്. അപ്പം എന്താണ്, വെള്ളം ശുദ്ധമാണ്, ശുദ്ധമായ വെള്ളം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് അലങ്കാരവാദ് ആരാണ്, മമ്മട്ടാണ്. അപ്പം എന്താണ്, മമ്മൂട്ടിക്ക് സിനിമ അഭിനയിക്കാൻ അലങ്കാരങ്ങൾ ആവശ്യമാണ്. അപ്പം എന്താണ്, അലങ്കാരവാദ് മമ്മട്ട്. അടുത്തത് വരുന്നത് ധ്വനി വാദാണ്, ആനന്ദവർദ്ധനാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ധ്വനി എന്താണ്, ആനന്ദവർദ്ധൻ. അപ്പം അതിൽ രണ്ടും ഒരു ധാൻ്റെ ഒരു ഇത് ഒരു കൂടുതൽ, അതായത് ഒരു നമ്മൾ അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ധ എന്നുള്ള ഒരു ശബ്ദം. അപ്പോൾ ഒരു ധ്വനി, ആനന്ദവർദ്ധൻ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ഛായാവാദാണ്. നമുക്കറിയാം ഛായാവാദം ആരാണ്, ജയശങ്കർ പ്രസാദ് ആണ്. പ്രത്യേകിച്ച് കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തത് സ്വച്ഛന്ദതാവാദ് ശ്രീധർ പാഠക്കാണ്. അത് നമുക്കറിയാം. അടുത്തത് രീതികാല്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവി തന്നെയാണ്. ആരാണ്, കേശവദാസ് ആണ്. അടുത്തത് ഹാലാവാദ് ഹരിവംശ് റായ് ആണ് വരുന്നത്. ഹാലാവാദ് ഹരിവംശ് റായ്. ഹരി എന്നുള്ളത് എന്താണ്, രണ്ടിലും ഹ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതൊന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹരി ഒരു ഹാലിലാണ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക. അടുത്തത് പ്രയോഗവാദ പ്രയോഗം, ഒരുപാട് പ്രയോഗങ്ങളുള്ളത് അഗ്യയിനാണ്. പിന്നെ പ്രഗതിവാദ നാഗാർജുന. എനിക്ക് പ്രഗതിയും പ്രയോഗം എപ്പോഴും മാറിപ്പോവാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുള്ളത് പ്രകൃതിയിലെ നാഗങ്ങളുണ്ട്, നാഗാർജുൻ, പ്രഗതിവാദ് നാഗാർജുൻ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. നമുക്ക് അടുത്തത് നോക്കാം. ഉദാസി സമ്പ്രദായി, അതുപോലെ തന്നെ രാധ വല്ലഭ് സമ്പ്രദായി, ശ്രീ ചന്ദ്രാണ്. അപ്പോൾ അത് രണ്ടും വരുന്നത് ശ്രീചന്ദ്രാണ്. ഉദാസി രാധാവല്ലഭ് സമ്പ്രദായി. അപ്പം എന്താണ്, രാധ എന്താണ്, ഉദാസീനമായിട്ട് ചന്ദ്രനെ നോക്കി എന്നുള്ള ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പിന്നെ ഗൗഡീയ സമ്പ്രദായമാണ്. അത് ചൈതന്യ മഹാപ്രഭു ആണ്. അപ്പം ഗൗഡീയ സമ്പ്രദായി ചൈതന്യ മഹാപ്രഭു. അപ്പം ഗോഡിന് ചൈതന്യമുണ്ട് എന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് മാംസൽവാദ് രാമാനുജാണ്. അപ്പം രാമനും അനുജനും മാംസം ഇഷ്ടമല്ല എന്ന് ഒന്ന് ആലോചിക്കുക. അടുത്തത് നക്കേൻവാദ് നളിനി വിലോചൻ ശർമ്മ. ഇതൊരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. കേട്ടറ്റ്, JLT, HST, സെറ്റ്, നെറ്റ്, HHST തുടങ്ങിയ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. മാംസൽവാദ് രാമാനുജ്, നക്കേൻവാദ് നളിൻ വിലോചൻ ശർമ്മയാണ്. അപ്പോൾ അപ്പം എന്താണ്, നാക്ക് നളിൻ വിലോചൻ, കണ്ണും, അതായത് കണ്ണും നാക്കും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നക്കേന് നളിന് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ശ്രീ സമ്പ്രദായാണ് രാമാനുജ്. അപ്പം രാമാനുജ് ശ്രീരാമൻ എന്നുള്ള രീതിയിൽ ശ്രീറാം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തത് നോക്കാം. അനുമതിവാദ ശങ്കുക്കാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു കാര്യത്തിന് അനുവാദം വേണമെങ്കിൽ അപ്പം എന്താണ്, നമുക്ക് ശങ്ക വേണ്ട. അപ്പം അങ്ങനെ ആലോചിക്കാം. അനുമതിവാദ് ശങ്കുക്കാണ്. അടുത്തത് അഭിവ്യക്തിവാദ് അഭിനവ ഗുപ്താണ്. അപ്പോൾ അത് അഭി എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം. അടുത്തത് ഉത്പത്തിവാദ് ഭട്ട് ലൊല്ലട്ടാണ്. അപ്പോൾ ഉത്പത്തിയിൽ എന്താണ്, ഒരു പക്ഷേ ഉത്പത്തിയിൽ നമുക്കൊരു ഡൗട്ട് എന്നുള്ള രീതിയിലൊന്ന് ഒരു പക്ഷേ. അപ്പോൾ പക്ഷേ ബട്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പറയുമ്പോൾ പക്ഷേ എന്നാണല്ലോ. അപ്പോൾ ഉത്പത്തിവാദ് ഭട്ട് ലൊല്ലട്ട് എന്ന് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഭുക്തിവാദ് ഭട്ട് നായകാണ്. അപ്പോൾ ഭുക്തിവാദ് ഭട്ട് നായക് എന്നുള്ളത് അപ്പം എന്താണ്, നായകന്മാർക്ക് ഭക്തി ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ധന്യവാദ്.